പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിൽ നാഗരാജ നാരായണൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷക അവതാരത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 വീഡിയോകൾ ചെയ്യുകയുണ്ടായി. അഭിഭാഷക അവതാരം എന്ന് ഞാൻ പറയുമ്പോൾ അയാൾ ഒരു 10 പതിറ്റാണ്ടുകളായ ഒരു അഭിഭാഷകനാണ്. ബാർ കൗൺസിലിലെ സ്വാധീനമുള്ള ഒരു അംഗമാണ്. തിരുവനന്തപുരത്തുള്ള ദീർഘകാലമായി വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലോ അക്കാദമി ലോ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറുമാണ്. എന്ന് പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി സർക്കാർ ശമ്പളം കൊടുത്തു വച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡറും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പലതും ചേർന്നതാണ് എന്ന് വ്യക്തം. അയാളെ ഞാനൊരു ദുരൂഹ അഭിഭാഷക അവതാരം എന്നാണ് അയാളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇതിനുള്ളിൽ 4 വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നും അറിയാത്ത നിരപരാധികളായിട്ടുള്ള ഹൈക്കോടതി ന്യായാധിപന്മാരെ അയാളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. അതിനെക്കുറിച്ചിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തു. രണ്ടാമത് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അയാൾ കേരള ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ന്യായാധിപന്മാരെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് അയാളുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയ ഒരു സെമിനാറിൽ പങ്കെടുപ്പിക്കുകയും ആ പങ്കെടുപ്പിക്കുന്നത് അയാളുടെ ഒരു കോളേജിൻ്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചിട്ട് ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തിരുന്നു. മൂന്നാമത് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരറിയാതെ വിവാദമായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അയാളുടെ മകളുമൊക്കെ ഇടപെട്ടു എന്ന് ആരോപണം ഉയർന്നിട്ടുള്ള കേസുകൾ കേൾക്കുന്ന ന്യായാധിപരെ അവരറിയാതെ ഇവിടെ കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആതിഥേയത്വം സ്വീകരിപ്പിച്ചതിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ മൂന്നാമത്തെ വീഡിയോ ചെയ്തത്. 4-മത്തെ വീഡിയോ ഞാൻ ചെയ്തത് അയാളുടെ വിവാദം സൃഷ്ടിച്ച കോളേജിൽ നിന്ന്, ആ കോളേജിലെ ഒരു കോഴ്സിൽ നിന്ന് മാത്രം LDF-ൽ നിന്ന് 26 പേരും UDF-ൽ നിന്ന് 18 പേരും LLB എടുത്ത ഒരു മാജിക്കിനെ കുറിച്ച്, ഒരു മറിമായത്തെക്കുറിച്ചിട്ടാണ് ഞാൻ 4-മത്തെ വീഡിയോ ചെയ്തത്. ഈ 4 വീഡിയോയും വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ 4-മത്തെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം കടന്നപ്പള്ളി രാമേന്ദ്രൻ മുതൽ സജി ചെറിയാൻ മുതൽ KC വേണുഗോപാൽ വരെയുള്ള പൂർണ്ണസമയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള 144 പേർ ഈ ലോ അക്കാദമി ലോ കോളേജ് എന്ന് പറഞ്ഞ ഈ നാഗരാജ നാരായണൻ ഡയറക്ടറായിരിക്കുന്ന കോളേജിലെ ഒരു കോഴ്സിൽ നിന്ന്, ഒരു ഈവനിങ് കോഴ്സിൽ നിന്ന് പാസ്സായതിൻ്റെ ദുരൂഹത ആണ് 4-മത്തെ വീഡിയോയിൽ ഞാൻ പുറത്തു. സുഹൃത്തുക്കളെ, ഈ അഭിഭാഷക അവതാരം ഇടപെട്ട ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് 1-2 വാചകങ്ങൾ ഈ അവതാരത്തെക്കുറിച്ചിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് നാരായണൻ നായർ. നാരായണൻ നായർ ഒരു 40-40 വർഷക്കാലം ഇടത് വലിച്ചാലും വലത് ഭരിച്ചാലും വലിയ ഭരണഘടനാതീത അധികാര കേന്ദ്രമായിരുന്ന ഒരു മനുഷ്യനാണ് നാരായണൻ നായർ. 40-40 വർഷക്കാലം കേരള സിൻഡിക്കേറ്റിലെ മെമ്പറായിരുന്നു അദ്ദേഹം. കേരള സർവകലാശാലയെ ഭരിച്ചിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹവും ഒരു അവതാരമായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന സമയത്താണ് ഈ പെരൂക്കടയിൽ ഏതാണ്ട് 10-60 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ 11 ഏക്കർ സ്ഥലം, സർക്കാർ സ്ഥലം കൈവശപ്പെടുത്തിയതൊക്കെ ഈ നാരായണൻ നായരുടെ നേതൃത്വത്തിൽ ആയിരുന്നു. അദ്ദേഹം ഒരു അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു വനിത, അവരുടെ പേരാണ് ലക്ഷ്മി നായർ. അവരെ അറിയാത്ത മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരൊരു പേരുകേട്ട പാചക വിദഗ്ധയാണ്. പക്ഷേ അവർ ഈ വിവാദ സ്ഥാപനമായിട്ടുള്ള ലോ അക്കാദമി ലോ കോളേജിൻ്റെ ഡയറക്ടറായിട്ട് ദീർഘകാലം ഇരുന്നു. അവരെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ വന്നു. 6-8 വർഷക്കാലം അവർക്കെതിരെ ഒരു വലിയ വിദ്യാർത്ഥി സമരം അരങ്ങേറി. ഇടത് വലതു രാഷ്ട്രീയ നേതാക്കന്മാർ നിരാഹാരമൊക്കെ കിടന്ന ഒരു സമരമായിരുന്നു അത്. കോൺഗ്രസിൽ നിന്ന് K മുരളീധരനും BJP-യിൽ നിന്ന് V മുരളീധരനും ഒക്കെ 8 ദിവസം നിരാഹാരം കിടന്ന വലിയൊരു സമരം ഈ ലക്ഷ്മി നായരുടെ നേതൃത്വത്തിൽ ഉള്ള ലോ കോളേജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നടന്നു. അവസാനം ലക്ഷ്മി നായർക്ക് നാണം കെട്ട് പുറംവാതിലിൽ കൂടെ, ഒരു പാചകക്കാരിയായിരുന്നു, പക്ഷേ പാചക വിദഗ്ധയായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ലോ അക്കാദമി ലോ കോളേജിൻ്റെ ഡയറക്ടറും കൂടിയായിരുന്നു. അവർക്ക് അവസാനം ആരോപണ ശരങ്ങളേറ്റ് അവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അവരും ഒരു അവതാരം തന്നെയായിരുന്നു.
ഒരുപാട് ആരോപണങ്ങൾ അവരെ കുറിച്ചിട്ടുണ്ട്. അവരുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഈ നാഗരാജ നാരായണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും ആ പതിവ് തെറ്റിച്ചില്ല. അച്ഛൻ അവതാരമായിരുന്നു, മകൾ അവതാരമായിരുന്നു. ഇപ്പം മകനും അവതാരം എന്നുള്ള ആ സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾ ചെയ്യുന്ന പണികളാണ് കഴിഞ്ഞ 4 വീഡിയോകളിൽ ഞാൻ വിശദമായി എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞത്. ഈ 5ാമത്തെ ഈ വീഡിയോയും ഏതാണ്ട് അതേ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ ഈ വീഡിയോയിലെ വിഷയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലൊരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകനെ ഒരു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച ഒരു കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള. കാരണം ആരോപണം ഞാൻ പറയുന്നത് വെച്ചാൽ CBI അന്വേഷണത്തിൽ അയാൾ പ്രതിയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പ്രത്യേക സാഹചര്യത്തിൽ വിചാരണ പോലും നേരിടാതെ അയാളെ ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപൻ അയാളെ കുറ്റവിമുക്തനാക്കി എന്നുള്ളത് കൊണ്ടാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറയും. പക്ഷേ അതിനെതിരെ CBI അന്വേഷണമായിരുന്നു, അതിനെതിരെ CBI അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എനിക്ക് ചർച്ചകൾ. എന്തായാലും ഈ കേസിലെ പ്രധാന പ്രതി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഈ അഭിഭാഷക അവതാരമായിട്ടുള്ള നാഗരാജ നാരായണൻ സുപ്രീം കോടതി എന്ന് പറയുന്ന ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ നടത്തിയിട്ടുള്ള നെറികെട്ട ചില നീക്കങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈ സംഭവത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയാം. എനിക്കൊന്ന് 2011-12 മറ്റോ ആണെന്ന് തോന്നുന്നു. കൊല്ലത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ വലിയൊരു നിശാ പാർട്ടി നടത്തി. ഞാനന്ന് അക്കാര്യത്തിലൊക്കെ എനിക്കതിനെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. കാരണം ഉണ്ണിത്താൻ എൻ്റെ സുഹൃത്തായിരുന്നു. അവിടെ മദ്യം, മദിരാക്ഷി, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു മാധ്യമപ്രവർത്തകനും റിപ്പോർട്ട് ചെയ്യാതെ ഇരുന്ന സാഹചര്യത്തിൽ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് അന്ന് മാതൃഭൂമിയിലായിരുന്നു. അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തു. വലിയ വാർത്തയായി. അത് ഭയങ്കര വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വലിയ നാണക്കേടായി. ആ വാർത്ത വന്ന കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ തൻ്റെ വീട്ടിലേക്ക് പോകാൻ, കൊല്ലത്ത് ശാസ്താംകോട്ടയ്ക്ക് അടുത്താണെന്ന്, തൻ്റെ വീട്ടിലേക്ക് പോകാൻ വന്ന് ബസ്സിറങ്ങി ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. ആ കരണ്ട് പോയ സമയത്ത് ഉണ്ണിത്താൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ടു. അതിഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് അദ്ദേഹം ഇടയായി. എന്തായാലും ഭാഗ്യത്തിന്, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം വെള്ളമൊക്കെ വെച്ചതുകൊണ്ട് ഈ കൊട്ടേഷൻ ഇയാളെ കൊല്ലാൻ വന്ന ക്രിമിനലുകൾ രക്ഷപ്പെടുകയും ഏതാണ്ട് 1.5 കിലോമീറ്റർ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഭാഗ്യത്തിന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നത് ആണ് ഈ സംഭവം. ഇപ്പോഴും അദ്ദേഹം അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നു. എൻ്റെ സുഹൃത്തും കൂടിയാണ് ഉണ്ണിത്താൻ. അത് പിന്നീട് നമുക്ക് മനസ്സിലായത് എന്താ, ഉണ്ണിത്താനെ കൊല്ലാൻ ശ്രമിച്ചത് പോലീസുകാർ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘമായിരുന്നു എന്നുള്ളതാണ്. അത് വലിയ വിവാദമായി അന്ന് UDF സർക്കാരായിരുന്നു. പക്ഷേ അത് UDF സർക്കാർ അത് CBIക്ക് വിട്ടു. CBI കേസ് അന്വേഷിച്ചിട്ട് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതി. അയാളാണ് ഈ കൊട്ടേഷൻ ഉണ്ണിത്താനെ വധിക്കാനുള്ള കൊട്ടേഷൻ സംഘത്തിന് ഏർപ്പാടാക്കിയത് എന്നുള്ള നിഗമനത്തിലേക്ക് CBI വന്നു. അവർ കുറ്റപത്രം സമർപ്പിച്ചു. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കുറ്റപത്രം സമർപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അബ്ദുൾ റഷീദ് കൊടുത്ത കേസിന്മേൽ കേരള ഹൈക്കോടതിയിലെ ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായാധിപൻ്റെ ബെഞ്ച് വിചാരണ പോലും വിടാതെ ആ കേസിൽ ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റവിമുക്തനാക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതിനെക്കുറിച്ചിട്ട് ആരോപണങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും അയാൾ ഇടതുപക്ഷത്തിൻ്റെ പൊന്നോമന പുത്രനായിരുന്നു. അയാൾ പിന്നീട് കുറ്റവിമുക്തനായതിനെ തുടർന്ന് അയാൾക്ക് IPS കൊടുത്തു ഇടതുപക്ഷ സർക്കാർ. അയാളിപ്പോൾ എന്തോ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് കേൾക്കുന്നു. അയാളും LLB എടുത്തിട്ടുള്ളത് ഈ ലോ അക്കാദമിയിലെ ഈ നാഗരാജ നാരായണൻ്റെ കീഴിലുള്ള ലോ കോളേജിൽ ഈവനിങ് ബാച്ചിൽ എന്നാണ് കേൾക്കുന്നത്. ഇതാണ് സംഭവം. സുഹൃത്തുക്കളെ, ആ കേസിൽ ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ CBI സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു. അപ്പീൽ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്തായാലും ആ അപ്പീല്
നവംബർ 7-ാം തീയതി സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അബ്ദുൾ റഷീദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നാഗരാജ നാരായണൻ. അവരെന്താ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് വരെ കേൾക്കുന്നു. എന്തായാലും ജേഷ്ഠ സഹോദരന്മാരെ പോലെയാണ് ഈ നാഗരാജ നാരായണൻ അബ്ദുൾ റഷീദ്. നാഗരാജ നാരായണൻ പറയുന്ന അബ്ദുൾ റഷീദ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അപ്പം അബ്ദുൾ റഷീദിനെ പലയിടങ്ങളിലും നിന്നും രക്ഷിച്ചത്, ഏതിടങ്ങളിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല, പലയിടങ്ങളിൽ നിന്ന് രക്ഷിച്ചത് നാഗരാജ നാരായണൻ്റെ ഭരണഘടനാതീതമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണെന്നുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ കേസിൽ CBI ഇയാളെ കുറ്റമുക്തനാക്കിയതിനെതിരെ അപ്പീൽ കൊടുത്തപ്പോൾ തന്നെ നാഗരാജ നാരായണൻ വീമ്പിളക്കിയതായി പറയുന്ന ഒരു ചുക്കും സംഭവിക്കില്ല, ഒരു പുല്ലും സംഭവിക്കില്ല. സുപ്രീം കോടതിയിൽ നിന്ന് അബ്ദുൾ റഷീദ് കുറ്റമുക്തനായി തന്നെ വരും, ആ അപ്പീലൊന്നും അവിടെ അംഗീകരിക്കാനേ പോകുന്നില്ല എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും 7/11/2025 സുപ്രീം കോടതിയിൽ മനോജ് മിശ്രയും മറ്റൊരു ജഡ്ജി ഉജ്വൽ ഭൂയാൻ എന്ന് പറയുന്ന 2 ജഡ്ജിമാരുടെ ബെഞ്ചിൽ ഈ കേസ് വാദത്തിന് വന്നു. മനോജ് മിശ്രയും ഉജ്വൽ ഭൂയാൻ അവരുടെ ബെഞ്ചിൽ ഈ കേസ് വാദത്തിന് വന്നു. സുഹൃത്തുക്കളെ, ഈ കേസ് അവരുടെ ബെഞ്ചിൽ, അതായത് അബ്ദുൾ റഷീദിനെ കുറ്റമുക്തനാക്കിയതിനെതിരായിട്ട് CBI കൊടുത്ത അപ്പീൽ വാദത്തിന് വരികയാണ്. വാദത്തിന് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വാദം കേൾക്കാൻ ഈ അബ്ദുൾ റഷീദിൻ്റെ കൂടെ ഒരാളും കൂടി സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് നാഗരാജ നാരായണൻ. അയാളെയാണ് നമ്മൾ അഭിഭാഷക അവതാരം എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അയാൾ കേരള ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറാണ്. സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ വനം വകുപ്പിൻ്റെ എന്ന് പറയുമ്പോൾ വനം വകുപ്പിൻ്റെ കേസുകൾ മാത്രമാണ് അയാൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിന് സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും കൊടുക്കുന്നുണ്ട്. വേറൊരു കേസിലും അയാൾ ഇടപെടാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയത് 7/11/2025 സുപ്രീം കോടതിയിൽ കേരളത്തിലെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് വനം വകുപ്പിൻ്റെ ഒരു കേസും വാദത്തിനെടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ഈ ഉണ്ണിത്താൻ വധശ്രമ കേസിലെ പ്രതിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഇയാളുമായി, ഈ അബ്ദുൾ റഷീദുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നപ്പോൾ ഈ അബ്ദുൾ റഷീദിൻ്റെ കൂട്ടത്തിൽ ഈ അഭിഭാഷക അവതാരമായിട്ടുള്ള നാഗരാജ നാരായണനും സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് വളരെ ദുരൂഹമാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസിൽ അബ്ദുൾ റഷീദിനെ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട്, കുറ്റമുക്തനാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI എന്തായിരിക്കണം നിലപാടെടുക്കേണ്ടത്? CBI സുപ്രീം കോടതിയിൽ എടുക്കേണ്ടത് ഇയാളെ കുറ്റമുക്തനാക്കിയിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ നിലപാട് തെറ്റാണ്, ഇയാളെ പ്രതി ചേർക്കുക തന്നെ വേണം എന്നാണല്ലോ CBIയുടെ വാദം. അതായിരിക്കണമല്ലോ. കാരണം ഇയാളെ കുറ്റമുക്തനാക്കിയതിനായിട്ടുള്ള അപ്പീലാണല്ലോ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത്. അതിൽ വാദിക്കാനായിട്ട് CBI ആണല്ലോ വരുന്നത്. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, CBIക്ക് വേണ്ടി വന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ അർച്ചന പഥക് ദുബെ എന്ന വനിത, അവരാണ് CBIയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി വന്നത്. അവരാദ്യാവസാനം, ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഈ കോടതി മുറിയിൽ നടന്നത് എന്താണെന്നുള്ളത് ഞാനൊരു മിനിറ്റ് ബൈ മിനിറ്റ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ അർച്ചന പഥക് ദുബൈ എന്ന് പറയുന്ന ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിയെ കുറ്റമുക്തനാക്കിയതിനെതിരെ ഇയാളെ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞ് വാദിക്കേണ്ട ഈ അർച്ചന പഥക് ദുബൈ എന്ന് പറഞ്ഞ CBIയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേസ് തുടങ്ങിയപ്പം മുതൽ തന്നെ പ്രതിക്ക് വേണ്ടിയാണ് വാദിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അബ്ദുൾ റഷീദിന് വേണ്ടിയിട്ടാണ്, അതായത് അബ്ദുൾ റഷീദിനെതിരായി വന്ന് വാദിക്കേണ്ട ഇവർ തുടക്കം മുതൽ തന്നെ അബ്ദുൾ റഷീദിന് വേണ്ടിയിട്ട് വാദിക്കുകയാണ്. അതെന്ത് മറിമായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രതിക്കെതിരായി വാദിക്കേണ്ട CBIയുടെ സോളിസിറ്റർ ജനറൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ്. അർച്ചന പഥക് അവർ പ്രതിക്ക് വേണ്ടി വാദിക്കും. അവരാദ്യം വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ?
അവർ പറയുകയാണ്, കേരള ഹൈക്കോടതിയുടെ ഈ വിധി ചോദ്യം ചെയ്ത് ഈ കേസിലെ മാപ്പ് സാക്ഷിയും മറ്റൊരു പ്രതിയും ഇതേ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ 2 ഹർജികളും ഈ കോടതി തള്ളിയിരുന്നു. അവർ വന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാ? അവർ ആർക്കെതിരായിട്ടാണോ വാദിക്കേണ്ടത് ആ പ്രതിക്ക് വേണ്ടിയിട്ട് അവർ വാദിക്കുകയാണ്. അപ്പോൾ പിന്നെ ന്യായാധിപന്മാർ ഈ മനോജ് മിശ്രയും ഉജ്ജ്വൽ ഭോയാനും ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് നിങ്ങൾ 5ാം പ്രതിയുടെ കാര്യം സംസാരിക്കൂ. 5ാം പ്രതിയാണ് ഈ അബ്ദുൾ റഷീദ്. ഉടനെ വീണ്ടും ഈ CBIയുടെ സോളിസിറ്റർ ജനറൽ പറയുകയാണ്, അബ്ദുൾ റഷീദും സന്തോഷ് കുമാറും DYSP സന്തോഷും കൂടി ട്രെയിനിൽ വെക്കേഷനിൽ ഗോവയിലേക്ക് പോയിരുന്നു. 2 കമ്പാർട്ട്മെൻറ്റിലാണ് ഇവർ കയറിയിരുന്നത്. അബ്ദുൾ റഷീദ് ഒരു കമ്പാർട്ട്മെൻറ്റിലും മറ്റു 2 പേർ വേറൊരു കമ്പാർട്ട്മെൻറ്റിലും എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അബ്ദുൾ റഷീദ് ആരെയാണോ പ്രതിയാക്കേണ്ടത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വനിത വീണ്ടും പറയുകയാണ്. അപ്പോൾ കോടതിക്ക് അത്ഭുതമായി, ഇതെന്താണ് ഇവരിങ്ങനെ പറയുന്നത്? ഇവരാരെയാണോ എതിർക്കേണ്ടത് അയാളെ പിന്തുണയ്ക്കാനുള്ള കോടതിക്ക് വീണ്ടും സംശയമായി. കോടതി പറഞ്ഞു, നിങ്ങൾ പോയിന്റിലേക്ക് വരൂ, കം ടു ദ പോയിന്റ് എന്ന് കോടതി പറയുന്നു. ഉടനെ CBIയുടെ ഇവർ വീണ്ടും പറയുന്നു, യെസ് മൈ ലോർഡ്, ഗോവയിൽ ചെന്നിട്ടും അബ്ദുൾ റഷീദ് വേറെ അക്കോമഡേഷനിലാണ് താമസിച്ചത്, മറ്റവർ 2 പേരും എന്ന് പറഞ്ഞ് വീണ്ടും ഇവർ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ഈ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി കോടതിക്ക് ഭ്രാന്തായി. കോടതി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവരുടെ യാത്രാ വിവരണം ഇവിടെ പറയുന്നത്? അവർ ഏതൊക്കെ ബോഗിയിലിരുന്നു എന്നൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? യു കം ടു ദ പോയിന്റ്. സുപ്രീം കോടതി ദേഷ്യപ്പെട്ടുകൊണ്ട് റീഡ് ദ മെയിൻ പാർട്ട് ഫ്രം ദ ചാർജ് എന്ന് പറയുക. പറഞ്ഞപ്പോഴത്തേക്കും ആ മെയിൻ പാർട്ടിലെ ചാർജ് വായിക്കേണ്ടതിന് പകരം ഈ വനിത, അതായത് അർച്ചന പഥക് ദുബൈ എന്ന് പറഞ്ഞ അഡീഷണൽ സോളിസിറ്റർ ജനറൽ CBIയുടെ, അവരെന്താണെന്നറിയോ, അവർ ആ ചാർജ് ഷീറ്റിൻ്റെ ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് തിരുവനന്തപുരം യൂണിറ്റിൽ നിന്ന് ആരോ ഈ അബ്ദുൾ റഷീദിന് അനുകൂലമായി സമർപ്പിച്ചൊരു സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് ഉണ്ട്, അത് വായിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരോട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ പറഞ്ഞത്? റീഡ് ഫ്രം ദ മെയിൻ പാർട്ട് ഓഫ് ദ ചാർജ് എന്നാണ് പറഞ്ഞത്. എന്നിട്ടും അവരത് മറച്ചു വെക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, മാപ്പ് സാക്ഷി സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, സന്തോഷ് കുമാറിൻ്റെ അപ്രൂവർ സ്ഥാനം മാറ്റണം എന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വനിത അബ്ദുൾ റഷീദിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവരെ ക്ഷുഭിതരായിട്ട് പോലും ഇവർ അബ്ദുൾ റഷീദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. സുഹൃത്തുക്കൾ, ഇത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഒരു കോടതിക്ക് വീണ്ടും അതൃപ്തിയായി. കോടതി അതൃപ്തിയോടെ വീണ്ടും പറഞ്ഞു, നിങ്ങൾ കേരള ഹൈക്കോടതിയിലെ വിധി വായിക്കൂ എന്ന് പറയും. ഇവരുടനെ എന്ത് ചെയ്യുന്നറിയാമോ? കേരള ഹൈക്കോടതിയിൽ നിന്ന് അബ്ദുൾ റഷീദിന് അനുകൂലമായിട്ടുള്ള കാര്യം പിന്നെയും വായിക്കുന്നു. അബ്ദുൾ റഷീദിനെ പ്രതിയാക്കാൻ വേണ്ടി വന്ന CBIയുടെ ഉന്നത ഉദ്യോഗസ്ഥ കോടതി ക്ഷുഭിതമായിട്ട് പോലും വീണ്ടും അബ്ദുൾ റഷീദിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പം അവരെ വിലയ്ക്ക് മേടിക്കപ്പെട്ടു എന്നുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ച് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? കോടതി ക്ഷുഭിതമായിട്ട് പോലും അവരാ നിലപാട് തുടരും. അപ്പോൾ കോടതിക്ക് മനസ്സിലായി ഈ CBI ഉദ്യോഗസ്ഥ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്നുള്ളത്. വാദിക്ക് വേണ്ടി വന്നിട്ട് പ്രതിക്ക് വേണ്ടി വാദിക്കുകയാണെന്ന് മനസ്സിലാക്കി കോടതി എന്ത് പറഞ്ഞു? CRPC 306 പ്രകാരം മൊഴി കൊടുത്ത ഒരു മാപ്പു സാക്ഷിയുടെ മൊഴി വിചാരണ കോടതിയിൽ രേഖപ്പെടുത്താതെ എങ്ങനെയാണ് അയാളുടെ അപ്രൂവർ സ്റ്റാറ്റസ് മാറ്റാൻ കഴിയും? കാരണം ഈ അപ്രൂവറിൻ്റെ സ്റ്റാറ്റസ് മാറ്റണം എന്നാണ് ഇവർ പറയുന്നത്. കാരണം അപ്രൂവറിൻ്റെ സ്റ്റാറ്റസ് മാറ്റിയാലാണ് ഈ അബ്ദുൾ റഷീദിനെ രക്ഷപ്പെടുത്താൻ പറ്റുക. അത് മനസ്സിലാക്കി കോടതി പറഞ്ഞു, അത് 306 CRPCയിലെ 306 പ്രകാരം മൊഴി കൊടുത്ത അപ്രൂവറിൻ്റെ സ്റ്റാറ്റസ് മാറ്റണമെങ്കിൽ അത് വിചാരണ കോടതിയിൽ രേഖപ്പെടുത്തണ്ടേ? അത് രേഖപ്പെടുത്താതെ എങ്ങനെയാണ് എന്ന് കോടതി ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ അബ്ദുൾ റഷീദിൻ്റെ അഭിഭാഷകനായിട്ടുള്ള ബസന്ത് ഇടപെട്ടപ്പോൾ പറഞ്ഞ് അവിടെ ഉണ്ടായിരിക്കേ എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയപ്പോൾ ഈ CBIയുടെ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഈ സ്ത്രീക്ക് കുഴപ്പം മനസ്സിലായി. കാരണം കോടതി ഇത് പിടിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഉടനെ അവർ പറഞ്ഞു, ശരിയാണ്, അയാൾ ഇപ്പോഴും അപ്രൂവർ തന്നെയാണ്, ഹീസ് ഹോൾഡിംഗ് ദ അപ്രൂവർ സ്റ്റാറ്റസ്. 306 പ്രൊസീഡിങ്സ് പ്രകാരം പ്രോസിക്യൂഷൻ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സന്തോഷ് കുമാറിനെ അപ്രൂവർ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റാൻ പറ്റൂ എന്ന് അവർക്ക് പറയേണ്ടി വന്നു. അവർ പറഞ്ഞു, A5 അബ്ദുൾ റഷീദ് ഹാസ് ടു ഫേസ് ദി ട്രയൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോടതി ഉദ്ദേശിച്ച CBI ആദ്യം തന്നെ 2 മിനിറ്റിൽ പറയേണ്ടിയിരുന്ന പോയിന്റിലേക്ക് വന്നപ്പോൾ കോടതി CBIയോട് നിർത്താൻ പറഞ്ഞു.
കാരണം 2 മിനിറ്റിൽ പറയേണ്ട കാര്യമാണിത്. ഇത് വന്നിട്ട് ഇയാൾ ട്രയൽ ഫേസ് ചെയ്യണം, അതാണ് CBI നിലപാട് എന്ന് പറയേണ്ടിയിരുന്നവർ അത് പറയാതിരുന്നപ്പോഴത്തേക്കും കോടതിക്ക് വീണ്ടും ചോദിച്ചു. കോടതി ചോദിച്ചു, വെർ ഈസ് ദി അപ്രൂവർ 164 സ്റ്റേറ്റ്മെൻറ്റ്, അപ്രൂവറിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് എവിടെ? ഉടനെ CBI ഉദ്യോഗസ്ഥ പറയുകയാണ് എന്താണ്, അത് റെക്കോർഡിൽ വെച്ചിട്ടില്ല എന്ന്. ആലോചിച്ചു നോക്കും. അയാളുടെ 164 അപ്രൂവറിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് പോലും കോർട്ട് റെക്കോർഡിൽ വെച്ചിട്ടില്ല. ഉടനെ കോടതി പറയുകയാണോ അത് കൊണ്ടുവരൂ. അപ്പോൾ അബ്ദുൾ റഷീദിൻ്റെ അഭിഭാഷകൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, കോടതി അതൊന്നും ശ്രദ്ധിച്ചില്ല. കോടതി അവസാനം പറഞ്ഞ് അഡ്മിറ്റ് ഇഷ്യൂ നോട്ടീസ് ടു റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ് എല്ലാ ഇതര കക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഒരു കൊലക്കേസിൽ നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതി സ്ഥാനത്തേക്ക് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെ CBI പ്രതി ചേർക്കും. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണ പോലും നേരിടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഒരു ഗിരീഷ് അയാളെ കുറ്റമുക്തനാക്കുന്നു. അതെന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ചിട്ട് കാരണങ്ങളുണ്ട്, ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നു. ആ കുറ്റമുക്തനാക്കിയതിനെ തുടർന്ന് ആ കുറ്റമുക്തനാക്കിയത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് CBI കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നു. ആ അപ്പീലിൽ CBIയുടെ ഉന്നതമായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ അപ്പീൽ ചെയ്തിട്ട് ഇയാൾ വിചാരണ നേരിടണം, ഇയാളെ കുറ്റമുക്തനാക്കിയ കേരള ഹൈക്കോടതിയുടെ വിധി തെറ്റാണ് എന്ന് വാദിക്കുകയല്ലേ സുഹൃത്തുക്കളെ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്, ആദ്യാവസാനം ഈ CBIയുടെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആദ്യാവസാനം പറഞ്ഞ വാക്കുകൾ മുഴുവൻ പ്രതിക്ക് അനുകൂലം. CBIയുടെ തീരുമാനത്തിന് പ്രകാരം കുറ്റമുക്തനാക്കപ്പെട്ട പ്രതിയായിട്ടുള്ള അബ്ദുൾ റഷീദിന് അനുകൂലമായിട്ടാണ് ഈ CBIയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആദ്യം മുതൽ തന്നെ പറയുന്നത്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥ എന്നാലും. സുപ്രീം കോടതിയിലെ 2 ന്യായാധിപന്മാർ മനോജ് മിശ്രയും ഉജ്വൽ ഭോയാനും എതിരാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഈ പ്രതിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്. അവസാനം ഗതിയില്ലാതെ അവർക്ക് തെറ്റ് അംഗീകരിക്കേണ്ടി വന്നു. അവസാനം കോടതി ക്ഷുഭിതമായിക്കൊണ്ട് നോട്ടീസ് അയക്കാൻ പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. ഇത് സ്വാഭാവികമാണോ സുഹൃത്തുക്കളെ? ഇതിൽ അസ്വാഭാവികതയില്ലേ? അവിടെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഈ അഭിഭാഷക അവതാരത്തിൻ്റെ പങ്ക് വ്യക്തമാകും. കാരണം ഈ പ്രതിസ്ഥാനത്ത് വരേണ്ട അബ്ദുൾ റഷീദിനോടൊപ്പം അയാളുടെ സന്തത സഹചാരിയും സുഹൃത്തുമാണെന്ന് പറഞ്ഞ് ഈ അഭിഭാഷക അവതാരമായിട്ടുള്ള നാഗരാജ നാരായണനും ഈ 7/11/2025 സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. അയാൾക്ക് എന്താണ് അവിടെ കാര്യം? അയാൾ കേരള ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ അല്ലേ? അയാൾ എന്തിനാണ് അവിടെ പോയിരുന്നത് 7/11? അയാൾക്ക് വനം വകുപ്പിലെ കേസുകളൊന്നും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അയാൾ ഈ കേസ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് എന്നാണ്. അയാൾ 7/11/2025 മുമ്പുള്ള ഒരാഴ്ചക്കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അയാൾ അവിടെ നിന്നുകൊണ്ട് ഈ കേസ് എങ്ങനെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ് അബ്ദുൾ റഷീദിനെതിരായി സംസാരിക്കേണ്ട ഈ CBIയിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള ഈ വനിത വന്ന ആദ്യാവസാനം പ്രതിക്ക് അനുകൂലമായി അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇവരെ ഈ നാഗരാജ നാരായണൻ എന്ന് പറഞ്ഞ അഭിഭാഷക അവതാരം ഫിക്സ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിച്ച് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കേസിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കേസിൽ സുപ്രീം കോടതി ഈ CBIയുടെ അപ്പീൽ തള്ളും. അബ്ദുൾ റഷീദ് കുറ്റമുക്തനാക്കപ്പെടും എന്ന് പരസ്യമായി പറയുകയായിരുന്നു ഈ അഭിഭാഷക അവതാരമായിട്ടുള്ള നാഗരാജ നാരായണൻ. ആ നാഗരാജ നാരായണൻ്റെ ആ അഭിഭാഷക അവതാരത്തിൻ്റെ അന്നത്തെ അവിടുത്തെ സാന്നിധ്യം വ്യക്തമാക്കുന്നത് ഈ കൊലക്കേസിൽ പ്രതിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ അബ്ദുൾ റഷീദിനെ രക്ഷപ്പെടുത്താൻ CBI ഉദ്യോഗസ്ഥന്മാരെ വിലയ്ക്ക് മേടിക്കാൻ ഈ അഭിഭാഷക അവതാരം ഡൽഹിയിൽ പോയി തമ്പടിച്ചിരുന്നു എന്നാണ്. അതിൻ്റെ തെളിവാണ് അയാളുടെ അന്നത്തെ സുപ്രീം കോടതിയിലെ സാന്നിധ്യം എന്നാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ 5ാമത്തെ വീഡിയോ ആണ് ഈ അഭിഭാഷക അവതാരത്തെക്കുറിച്ച്. ഈ അവതാരം ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ജനങ്ങൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് ഒരു ബോധ്യമുണ്ടായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇയാളെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട്. എന്തായാലും അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഇയാൾ വീണ്ടും പ്രതിസ്ഥാനത്ത് വന്നത്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം നടക്കാനുള്ള നോട്ടീസ് പ്രതികൾക്ക് പോയതിൽ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സിമൻ ഉണ്ണിത്താൻ
സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇയാളെ രക്ഷിക്കാനുള്ള ഈ അഭിഭാഷക അവതാരം നാഗരാജ നാരായണൻ്റെ പദ്ധതി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് 7/11/2025 സുപ്രീം കോടതിയിൽ നടന്ന സംഭവവികാസങ്ങൾ അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നു.